നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വീണ്ടും ആത്മീയ ചൈതന്യം തുളുമ്പുന്ന ധന്യനിമിഷം. നവീകരിച്ച പുളിന്താനം സെന്റ് ജോൺസ് ബസ്ഭാഗ്യ പള്ളി കൂദാശ ചെയ്തു. വിശ്വാസികൾക്ക് ആത്മനിർവൃതിയേകി നവീകരിച്ച പുളിന്താനം സെന്റ് ജോൺസ് ഫസ്ഭാഗി യാക്കോബായ സുറിയാനി പള്ളിയുടെ വിശുദ്ധ കൂദാശ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിർവഹിക്കപ്പെട്ടു. ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കർമ്മങ്ങൾ പുളിന്താനത്തിന്റെ മണ്ണിൽ പുതിയൊരു ആത്മീയ അധ്യായത്തിന് തുടക്കം കുറിച്ചു. കൂദാശ കർമ്മങ്ങൾക്കായി എത്തിയ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയെ പുളിന്താന മോർ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ചാപ്പലിന് സമീപത്തു നിന്നും വിശ്വാസ സമൂഹം ആദരപൂർവ്വം വരവേറ്റു. പതാകകൾ വഹിച്ച നൂറുകണക്കിന് വാഹനങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടുകൂടി പ്രൗഢഗംഭീരമായ ഘോഷയാത്രയായാണ് ബാവയെ ദേവാലയത്തിലേക്ക് ആനയിച്ചത്. തുടർന്ന് നടന്ന സന്ധ്യാ നമസ്കാരത്തിലും പള്ളിയുടെ വിശുദ്ധ കൂദാശയിലും ശ്രേഷ്ഠ ബാവയോടൊപ്പം ഇടവക മെത്രോപൊലീത്തയും സഹകാർമ്മികനായി. ദൈവകൃപയാൽ ദീർഘായുസ് ലഭിച്ച മുതിർന്ന തലമുറയെയും കുടുംബജീവിതത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിച്ചവരെയും ദേവാലയാങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ആദരിച്ചു. 80 വയസ്സ് പൂർത്തിയാക്കിയ ഇടവകാംഗങ്ങളെയും ദാമ്പത്യ ജീവിതത്തിൽ 50 വർഷം പിന്നിട്ട സുവർണ ദമ്പതികളെയുമാണ് ആദരിച്ചത്. ജനുവരി 4 ഞായറാഴ്ച പുതിയ കൊടിമരത്തിന്റെ കൂദാശ നടക്കും. ജനുവരി 5 തിങ്കൾ പ്രഭാത നമസ്കാരത്തിന് ശേഷം ഇടവകയിലെ രോഗികൾക്കായി പ്രത്യേക 3 കുർബാന അർപ്പിക്കും. ഫാദർ മാത്യൂസ് കെ കുഴിവേലിപ്പുറത്ത്, ഫാദർ എൽദോസ് പാറയ്ക്കൽ പുത്തൻപുര, ഫാദർ കുര്യൻസ് കുഴിവേലിപ്പുറത്ത് എന്നിവർ ഇതിന് നേതൃത്വം നൽകുമെന്ന് വികാരി ഫാദർ ആകാശ് കുര്യൻ അറിയിച്ചു. ഈ ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാള് 2026 ജനുവരി മാസം 4, 5, 6, 7 തീയതികളിൽ ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുകയാണ്. തദവസരത്തിൽ നമ്മൾ ഇടവകയിൽ 80 വയസ്സ് പൂർത്തിയായവരെയും വിവാഹ വാർഷികം 50 പിന്നിട്ടവരെയും ആദരിക്കുക കൂടി ചെയ്യുകയാണ്. എല്ലാ പെരുന്നാൾ ചടങ്ങുകളിലേക്കും കൂദാശ കർമ്മത്തിലേക്കും എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജനുവരി 6 ചൊവ്വാഴ്ച ദനഹ പെരുന്നാൾ ആഘോഷിക്കും. പ്രത്യേക ദനഹ ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം വൈകുന്നേരം സന്ധ്യാനമസ്കാരം നടക്കും. തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം മോർ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ചാപ്പലിലേക്ക് നടത്തപ്പെടും. പെരുന്നാളിന്റെ സമാപന ദിവസമായ ജനുവരി 7 ബുധനാഴ്ച മോർ അഫ്രേം മാത്യൂസ് മെത്രോപൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അവിസ്മരണീയമായ 5 വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫാദർ തമ്പി മാറാടി, ഫാദർ ജോൺ കുളങ്ങാട്ടിൽ, ഫാദർ ബേസിൽ ഷാജു, ഫാദർ സിച്ചു രാജു എന്നീ വൈദികർ സഹകാർമ്മികരാകും. തുടർന്ന് മോർ അത്താനാസ്യൂസ് പൗലോസ് കുരിശിൻ തൊട്ടിയിലേക്ക് നടത്തപ്പെടുന്ന പ്രദക്ഷിണത്തോടെയും നേർച്ച സദ്യയോടെയും പെരുന്നാളിന് കൊടിയിറങ്ങും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.